ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓൾറെഡി ടൈറ്റിലിൽ കണ്ടതുപോലെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, 13th of March 2025. ആറ്റുകാൽ പൊങ്കാലയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞാലും അത് ഭയങ്കര ഫോമലായിപ്പോൾ. ബിക്കോസ് പറഞ്ഞു വരുമ്പോഴത്തേനും മറ്റേ കൊച്ചു പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു സെറ്റപ്പായിപ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സൈഡ് മാത്രം പറയാം. എനിക്ക് എങ്ങനെയായിരുന്നു പൊങ്കാല ലൈക്ക് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ആൻഡ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് എല്ലാവരെയും പോലെ മറ്റേ കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുപോകുന്ന അമ്മമാർ പൊങ്കാല മറ്റേ വെള്ളം കലത്തിൽ തിളയ്ക്കുമ്പോഴത്തേനും അരി ഇടാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എനിക്ക് ആ ഒരു ആക്ടിവിറ്റി നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ പോകെയുള്ള വർഷങ്ങൾ ഞാൻ അമ്മയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇനീഷ്യേറ്റീവും എഫേർട്ടും ഒക്കെ ഇട്ട് വ്രതമൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പൊങ്കാല ഇടാൻ ഞാൻ തുടങ്ങി. ആൻഡ് ഇപ്പോൾ ഫോർ ദ പാസ്റ്റ് 5 to 6 years അല്ലെങ്കിൽ 7 years ഞാൻ തനിയായിട്ട് ഞാൻ പൊങ്കാല ഇടുന്നുണ്ട്. നമ്മുടെ ഒരു വിശ്വാസമല്ലേ, ഇപ്പോൾ സ്ത്രീകളാണ് പൊങ്കാല ഇടുന്നതെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം ദേവിയുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സാധിച്ചിട്ടും നമുക്ക് ആ സന്തോഷം നമുക്ക് ദേവിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണെങ്കിൽ വൈ നോട്ട്? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ജെൻഡർ ഡസൻറ്റ് മാറ്റർ വെൻ ഇറ്റ് കംസ് ടു ഡിവോഷൻ ആൻഡ് ആർ ഓൺ ഹാപ്പിനെസ്. സോ ഇതാണ് പൊങ്കാല ഫോർ മീ. ആൻഡ് വേറെന്തുവാണ്, വേറെ ഇപ്രാവശ്യം എനിക്കങ്ങനെ പറഞ്ഞങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് കാണുക എൻ്റെ ഒരു ഈ വർഷത്തെ പൊങ്കാല എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ ജേർണി മാത്രമാണ് ഈ വീഡിയോ. സോ സ്റ്റാർട്ടിങ് ഫ്രം ഉത്സവത്തിൻ്റെ 1ാമത്തെ ദിവസം തൊട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് എന്നൊക്കെ പറയുന്നത് പോലെ അത് കാണും. ഓക്കെ.
എക്സ്പ്രഷൻ ഇടൂ ലക്ഷ്മി. അപ്പോൾ ഇത്രയും നേരം കണ്ടതൊക്കെ ഫസ്റ്റ് ഡേ തൊട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കാര്യങ്ങളും, പിന്നെ ഇന്ന് രാവിലെ ഞാനിപ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ, വൃത്തിയാക്കുക, കോലം വരയ്ക്കുക, അങ്ങനത്തെ പരിപാടി, അടുപ്പ് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ. ഇനിയിപ്പോൾ കാണുന്നതൊക്കെ ലൈക്ക് ഞാൻ ലൈവായിട്ട് എടുത്ത് അങ്ങനെ ഇടുന്ന സംഭവങ്ങളായിരിക്കും. മറ്റേതെല്ലാം പ്രീ റെക്കോർഡഡ് അല്ലേ, ഞാൻ ഒത്തിരി നാൾക്ക് മുന്നേ ചെയ്തതിന് ഇനി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തില്ലേ. സോ ഇനി അങ്ങോട്ടുള്ളതാണ് എക്സാക്ട് കാര്യങ്ങൾ, ലൈക്ക് മാവ് വരവുന്നത്, അതൊക്കെ. സോ കാണാം.
ഏലക്കയിടണ്ടേ? മതിയല്ല. ലൈഫ് അപ്ഡേറ്റ്. തളർന്ന് അയ്യോ. വെള്ളച്ചോറ്, പിന്നെ മഞ്ഞച്ചോറ്, ഇപ്പോൾ പായസം, പിന്നെ തെരളി മണ്ടപ്പറ്റും ആയിക്കൊണ്ടിരിക്കണു. അയ്യോ തളർന്നേ. ബൈ ദ വേ എൻ്റെ കുരവ കേട്ടായിരുന്നോ നിങ്ങൾ? അയ്യോ. ഏകാകിനിയായി നീ ഇന്നാരെ തേടും. ആഹാരം കഴിച്ചതിന് ശേഷം പ്ലേറ്റുകൾ ദയവായി സംഘാടകരെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ജനപരിസരം അഭ്യർത്ഥിക്കുകയാണ്. ഗൈസ്, ഇത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള പൊങ്കാലയാണ് ഗൈസ്. ഓ, അങ്ങറ്റം വരെ ഉണ്ടല്ലേ. അമ്മൂമ്മ ചിരിച്ചോണ്ട് പറ, എല്ലാം ആയിന്ന് പറ. എല്ലാം ആയി. മണ്ടപ്പുറ്റ്, തെരളി, മഞ്ഞച്ചോറ്, വെള്ളച്ചോറ്, പായസം എല്ലാം എല്ലാം ആയി. എല്ലാം എടുത്ത് വെളിയിൽ വെച്ചു. ലൈക്ക് ഇപ്പോൾ 1:10 ആയി സമയം. 1:15 നേദിക്കാൻ വരികയെന്നാണ് പറഞ്ഞത്. സോ വി ആർ വെയിറ്റിംഗ്. അയ്യോ, ഞാൻ വെയിലത്താണല്ലേ നിൽക്കുന്നത്. അറിയിക്കാം. അപ്പോൾ ഈ വർഷത്തെ പൊങ്കാല കഴിഞ്ഞു ഗൈസ്. ഔദ്യോഗികമായിട്ട് ഞാൻ അറിയിച്ചിരിക്കുകയാണ്.
അപ്പോൾ എന്താണ്, അമ്പലത്തിൽ നിന്ന് നേദിക്കാനായിട്ട് ആൾ വന്നു. ഞാൻ വ്രതം മുറിച്ചു, വെള്ളം കുടിച്ചു, ആഹാരം കഴിച്ചു, വീടൊക്കെ വൃത്തിയാക്കി, ഐ മീൻ മുറ്റം ഒക്കെ ക്ലിയർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞത്, ലൈക്ക് ഹൗ ഐ എക്സ്പീരിയൻസ് പൊങ്കാല, ഹൗ ഐ ഫീൽ, വാട്ട് ഈസ് മൈ പോയിന്റ് ഓഫ് വ്യൂ ഓൺ ദിസ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് എന്താണോ ഞാൻ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ എന്താണോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അത് അങ്ങനെ ഐ തിങ്ക് ഐ കുഡ് കൺവേ ടു യു ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ലോങ് അവെയിറ്റ് അതാണ് ഇനിയുള്ളത്. മിസ് ചെയ്യും. ഇത്രയും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. അതൊക്കെ മിസ് ചെയ്യും. ഇപ്പോൾ അടുപ്പിൽ നിന്നെല്ലാം എടുത്ത് നമ്മൾ ഉള്ളി വെച്ചില്ലേ, വീട്ടിൻ്റെ അകത്ത് വെച്ച സമയത്ത് ഞാൻ ഇങ്ങനെ അമ്മ എടുത്ത്, അമ്മ ഈ വർഷത്തെ പൊങ്കാല തീർന്നില്ലേ, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് നടക്കുന്നൊരു കാര്യമാണിത്. സോ അതിങ്ങനെ പെട്ടെന്ന് തീർന്നു ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. പക്ഷെ ഇനിയും 2 വർഷങ്ങൾ, ഇനിയും ഒരുപാട് പൊങ്കാലകൾ വരും എന്നുള്ളപ്പോൾ അതാലോചിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ I hope you guys enjoyed this video. If you guys like this, do like, share and subscribe. Of course you have to, please, you know, അല്ലെങ്കിൽ എനിക്ക് സങ്കടം. പിന്നെ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ചെയ്യുക, വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതിൻ്റെ അകത്തേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് നമ്മുടെ ലൈഫ് ലിവ് ചെയ്യാൻ പറ്റണം, അതാണ് ലൈഫ്. അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമുക്ക് വേറെ എന്ത് തരത്തിൽ അനുസരിച്ച് അല്ലെങ്കിൽ എന്തിനോട് ചേർന്ന് ജീവിച്ചാലും ചിലപ്പോൾ കിട്ടില്ല. സോ പറഞ്ഞ ഫിലോസഫി ആയിപ്പോയി, സോറി. സോ ഡു വാട്ട് യു ലൈക്ക് ആൻഡ് ബി യുവർ സെൽഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Until then, bye.